വടക്കൻ പറവൂരിൽ പെരിയാറിൻ്റെ തീരത്തുള്ള ഈ വീടൊരുക്കിയിരിക്കുന്നത് പുഴയുടെ കാഴ്ചകളെ ഉള്ളിൽ നിറച്ചുകൊണ്ടാണ്. മാത്തോ വീട് കേൾക്കുമ്പോൾ അല്പം വിചിത്രമെന്ന് തോന്നിയേക്കാവുന്ന ഒരു പേരാണ്. ഗൃഹനാഥൻ്റെ അച്ഛൻ്റെ പേര് ചേർത്തിട്ടിരിക്കുന്ന ഒരു വീട്ടുപേരാണിത്. തൃശ്ശൂരിലെ വ്യൂ പോയിന്റ് ഡിസൈൻസിലെ ആർക്കിടെക്ട് ശ്യാംരാജ് ആണ് ഈ വീടിൻ്റെ ശില്പി. മനോഹരമായ ദൃശ്യങ്ങൾ പലതും വീടിനടുത്തുള്ളപ്പോൾ എന്തിനാണ് കൃത്രിമ വസ്തുക്കൾ കൊണ്ട് അകത്തളം നിറയ്ക്കുന്നത്? പ്രകൃതിയുടെ വരദാനങ്ങളായ പരിസര കാഴ്ചകളെ ഉള്ളിലേക്ക് എത്തിച്ച് അകവും പുറവും തമ്മിലുള്ള ലയനത്തിലൂടെ വീട്ടകത്തെ ജീവനുള്ള ഇടമാക്കി മാറ്റിയിരിക്കുന്നു. ഒരു വീട് പണി പൂർത്തിയായി അതിൽ താമസിച്ചു തുടങ്ങുമ്പോൾ ആ വീടിന് കൊടുക്കുന്ന എനർജിയും ആ വീട് തിരിച്ചു നൽകുന്ന എനർജിയുമുണ്ട്. ഇത് രണ്ടും ബാലൻസിലാവുമ്പോഴാണ് വീട് ചൈതന്യമുള്ളതാവുന്നത്. അവിടെയാണ് ഗൃഹവാസ്തുകല വിജയിക്കുന്നത്. നിലവിൽ ഉണ്ടായിരുന്ന ചെറുതും പഴയതുമായ സ്ട്രക്ചർ പുതുക്കിയെടുത്തു. മുകളിൽ ഒരു നില കൂടി പണിതു. ഒരു വരാന്ത വഴി പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ട്രക്ചർ തൊട്ടടുത്ത് തന്നെ തീർത്തു. മുന്നിലും പിന്നിലുമായി വരാന്തകളും ഉള്ളിൽ കോട്ടയാടും നൽകി. വീടിരിക്കുന്ന പ്ലോട്ടിലും സമീപത്തും ഉള്ള ഹൃദ്യമായ കാഴ്ചകളെ ഉള്ളിലിരുന്ന് അത്രമേൽ അനുഭവവേദ്യമാക്കുന്നൊരു വീടാണിത്. നിറയെ ജനാലകളും സുതാര്യമായ ഗ്ലാസ് ചുമരുകളും വരാന്തകളും ചേർന്ന് വീടിൻ്റെ മുൻപിൻ ഭാഗങ്ങളെ ഒരേപോലെ ആകർഷകമാക്കുന്നുണ്ട്. പ്ലോട്ടിൽ നിലവിലുണ്ടായിരുന്ന മരങ്ങൾക്ക് പുറമെ ലാൻഡ്സ്കേപ്പ് കൂടി ചെയ്ത് പച്ചപ്പ് ഒന്നുകൂടി നിറച്ചപ്പോൾ എലിവേഷന്റെ കാഴ്ചയ്ക്ക് ഭംഗി കൂടുതൽ മുന്നിലാണോ പിന്നിലാണോ എന്ന് സംശയിക്കും വിധമായി. സ്റ്റെയർകേസ് അകത്തളത്തിലെ ഒരു പ്രധാന ഡിസൈൻ എലമെൻ്റായി മാറുന്നുണ്ട്. കിച്ചൻ്റെ വർക്ക് ഏരിയ ചെടികളും വല്ലികളും പടർന്ന് ഒരു ഗാർഡൻ കൂടിയാണ്. വർക്ക് ഏരിയയുടെ പുറംചുമരിന് ചെങ്കൽ ക്ലാഡിംഗ് ആണ്. ഇത് എലിവേഷൻ്റെ കാഴ്ചയെ ഒന്നുകൂടി ആകർഷകമാക്കുന്നു. കാറ്റ്, മഴ, വെയിൽ എന്നിങ്ങനെ പ്രകൃതിയുടെ ഓരോ ഭാവമാറ്റങ്ങളെയും വീടിനുള്ളിലിരുന്ന് ആസ്വദിക്കാം. നിത്യജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ കഴിയുന്ന ഇടം.